ഒന്നാം സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം പലതരത്തിലുള്ള സംശയങ്ങളാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ 10ലും പ്ലസ് ടുവിനും എഴുതിയ ഒരു രീതി ഇവിടെ അവലംബിച്ചിട്ട് കാര്യമില്ല. ഇത് ഡിഗ്രിയാണ്, സർവകലാശാലയാണ്. നിങ്ങൾക്ക് വാരിക്കോരി മാർക്ക് ഇവിടെ കിട്ടുകയില്ല. നമുക്ക് ഓരോന്നായി ചർച്ച ചെയ്യാം. റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ, എഴുതിയിട്ടും അർഹിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടനി, പിന്നെ പേപ്പർ കോപ്പി കൊടുക്കാം. മെയ് 13 യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലിങ്ക് ഓപ്പൺ ആവും. താല്പര്യപൂർവ്വം വളരെ കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള വ്യത്യാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റീവാലുവേഷനും സ്ക്രൂട്ടിനിക്കും പേപ്പർ കോപ്പിക്കും കൊടുത്ത എല്ലാവർക്കും കൂടുമെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങളുടെ എഴുത്തും നോക്കുന്ന ടീച്ചേഴ്സിൻ്റെ മനോഭാവം പോലെ ഇരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ അവർ ട്രൈ ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ആത്മവിശ്വാസം കൂടുതലുള്ള സബ്ജക്റ്റിൽ കൊടുക്കാവുന്നതാണ്. റിസൾട്ട് ആയതുകൊണ്ട് സർവ്വസാധാരണയായി നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും മാർക്ക് ലിസ്റ്റ് നോക്കാറുണ്ട്. അവർക്ക് O ഗ്രേഡ് ഉണ്ട്, ഞങ്ങൾക്ക് A ഉണ്ട്, അവർക്ക് B+ ഉണ്ട്, ഞങ്ങൾക്ക് C+ ഉണ്ട്, എന്തൊക്കെയോ കുറേ അധികം ഗ്രേഡുകൾ കാണാറുണ്ടാവും. പ്ലസ് ടുവിന് മാക്സിമം ഗ്രേഡ് A+ ആണെങ്കിൽ ഡിഗ്രി ലെവലിൽ O എന്ന ഔട്ട്സ്റ്റാൻഡിങ് ഗ്രേഡാണ് വലുത്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് ടുവിനെ പോലെയല്ല ഡിഗ്രി. അതിനേക്കാൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചത് ഇവിടെ ഒരു അടിത്തറ മാത്രമാണ്. കൂടുതൽ മാർക്ക് കിട്ടണമെങ്കിൽ, മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്. ആ കാര്യം മറന്നു പോകരുത്. പിന്നെ കോമൺ ആയിട്ടുള്ള അബ്രിവേഷൻസ് ആണ്. O എന്ന് പറയുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, P എന്ന് പറയുകയാണെങ്കിൽ പാസ്സാണ്, F എന്ന് പറയുകയാണെങ്കിൽ ഫെയിലാണ്. പിന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ അല്ലെങ്കിൽ വന്നിരിക്കുന്ന റിസൾട്ടിൽ പെർസെൻറ്റേജ് നമുക്ക് അറിയില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഗ്രേഡ് ക്രെഡിറ്റ് കാർഡ് 10ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഗ്രേഡ് പോയിൻ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും അവിടെ. ഇപ്പോൾ 8.4 അല്ലെങ്കിൽ 9.4 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 10ൽ കിട്ടിയ ആ ഗ്രേഡാണ്, ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 10ൽ 9.5 ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മാർക്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ 95% ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ള സംശയമാണ്, ഞങ്ങൾ റെഗുലർ അല്ല, SDE അഥവാ പ്രൈവറ്റ് ആണ്. ഞങ്ങളുടെ ആൻസർ ഷീറ്റ് ടീച്ചേഴ്സ് വാല്യൂ ചെയ്യുമ്പോൾ രണ്ടാം കിട ആൻസർ ഷീറ്റായിട്ട് നോക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുമോ, ഞങ്ങൾക്ക് മാർക്ക് കുറയ്ക്കുമോ, ഞങ്ങൾ കുറേ എഴുതിയിട്ടും കാര്യമില്ലെന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇങ്ങനെയുള്ള സർവ്വസാധാരണമായിട്ടുള്ള സംശയങ്ങളും വന്നിട്ടുണ്ട്. അവരോട് പറയാനുള്ളത്, പണ്ടൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിട്ടിരിക്കുന്ന രജിസ്റ്റർ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഫാൾസ് നമ്പറാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ തന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇത് SDE ആണോ റെഗുലർ ആണോ അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നവർ വളരെ കുറവാണെന്ന് എൻ്റെ വിശ്വാസം. നമ്മളൊന്നും അങ്ങനെ നോക്കാറൊന്നുമില്ല. ഇന്നത്തെ അവസ്ഥ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാർകോഡ് സിസ്റ്റമാണ്. പണ്ടുണ്ടായിരുന്ന രജിസ്റ്റർ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാൾസ് നമ്പർ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാർകോഡാണ് കൊടുത്തിരിക്കുന്നത്. ടീച്ചർമാരെ സംബന്ധിച്ച് പേപ്പർ നോക്കി സ്ഥലം കാലിയാക്കുക എന്നതല്ലാതെ ഇത് SDE ആണോ റെഗുലറിൻ്റെ ആണോ, ഇവർക്ക് കുറച്ച് മാർക്ക് കൊടുത്താൽ മതി, ഇവർ റെഗുലർ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നോക്കില്ല. ഒരു കൂലിക്കാരെ സംബന്ധിച്ച് തന്ന ജോലി വൃത്തിയായി മാന്യമായി ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് എത്തിക്സ് കൈമുതലായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ടീച്ചേഴ്സ് കൊണ്ടുപോകാറുള്ളൂ. സോ ഡോണ്ട് വറി, ഇവിടെ റെഗുലറെന്നോ SDE എന്നോ ഒരു വ്യത്യാസവുമില്ല. അത് അങ്ങനെ ചോദിച്ചതുകൊണ്ടൊരു കാര്യം പറയാം. നിങ്ങളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നപ്പോൾ ആദ്യം വന്നത് SDEയുടെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ശേഷമാണ് റെഗുലർ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, കുറച്ചുകൂടി അധികം നിങ്ങളതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ ഞങ്ങൾ റെഗുലർ അല്ല, ഞങ്ങൾ പേപ്പർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, ഞങ്ങളുടെ മാർക്ക് കുറയ്ക്കുന്നുണ്ട്, അങ്ങനെയുള്ള അനാവശ്യ സംശയങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ പേപ്പറും സർവ്വസാധാരണമായി ടീച്ചേഴ്സ് എങ്ങനെയാണ് നോക്കാറുള്ളത് അതുപോലെ തന്നെ നോക്കാറുള്ളത് കേട്ടോ. യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ജയിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്ത് തന്നെ. അത് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അത് വൃത്തിയായിട്ട് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ എക്സ്ക്ലൂസീവ്ലി ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പരീക്ഷയിൽ എങ്ങനെ ഉയർന്ന മാർക്ക് കിട്ടാം, എങ്ങനെ നമുക്ക് പഠിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.